ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, ഞങ്ങളുടെ റിപ്പോർട്ടിൻ്റെ ഡിജിറ്റൽ ഹെഡ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, വേദനിപ്പിക്കുന്ന ഒരു വിയോഗമാണ് ഇന്നും നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്ന വാർത്തയാണ് ദില്ലിയിൽ നിന്നും എത്തുന്നത്. താങ്കൾക്കറിയാം, താങ്കൾ ഏറെക്കാലം ദില്ലിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപക്ഷെ മൻമോഹൻ സിംഗിനെ അടുത്തറിയാവുന്ന ഒരാൾ കൂടിയായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കാനാകുന്നത്? നിശ്ചയമായും വിനീത സൂചിപ്പിച്ചതുപോലെ 2004 മുതൽ 2014 വരെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഡൽഹിയിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒന്നിലേറെ തവണ ചില പ്രധാനപ്പെട്ട വിദേശ യാത്രകളിൽ അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുള്ള ആളുമാണ് ഞാൻ. നിശ്ചയമായും രാജ്യത്തെ സാമ്പത്തികമായ രംഗത്തെ വലിയ രീതിയിൽ മാറ്റിമറിക്കുന്ന നിർണായകമായ തീരുമാനമെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. 1991 അധികാരത്തിൽ വന്ന നരസിംഹറാവു സർക്കാരില് ധനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. അങ്ങനെയാണ് ഇന്ത്യ ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ എന്ന് പറയുന്ന സാമ്പത്തിക നയത്തിലേക്ക് യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉദാരവൽക്കരണ നയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളപ്പോൾ തന്നെയും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ഒട്ടാകെ മാറ്റിമറിച്ചൊരു നയവും തീരുമാനവുമായിരുന്നു മൻമോഹൻ സിംഗ് നടപ്പാക്കിയത് എന്ന കാര്യത്തിലും സംശയമില്ല. അന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല. അതിനു മുമ്പ് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. അതിനേക്കാൾ മുമ്പ് അദ്ദേഹം IMF-ൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ആ അർത്ഥത്തിലൊക്കെ ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നയാളെ നരസിംഹറാവുവിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് തന്റെ ക്യാബിനറ്റിൽ ധനമന്ത്രിയായി ഉൾപ്പെടുത്തുകയും അങ്ങനെ 1991-96 കാലഘട്ടത്തിൽ സാമ്പത്തിക ഉദാരവൽക്കരണം എന്ന് പറയുന്ന നയം രാജ്യത്ത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് മൻമോഹൻ സിംഗ്. ഞാൻ അദ്ദേഹത്തെ 2004 മുതൽ 2014 വരെയുള്ള 10 വർഷം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അടുത്ത് ബന്ധപ്പെടാനൊക്കെ സാധിച്ചിട്ടുള്ള ഒരാളാണ്. അതിന് തൊട്ടു മുമ്പ് ഇന്ത്യയുടെ 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ വാജ്പേയി സർക്കാർ പരാജയപ്പെടുകയും UPAക്ക്, അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറയുന്ന മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു. ആ സമയത്ത് യഥാർത്ഥത്തിൽ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അത്ഭുതകരമായിട്ട് സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും പകരം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായി നിർദ്ദേശിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ ഡൽഹിയിൽ നിന്ന് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതി അന്ന് KR നാരായണനായിരുന്നു. KR നാരായണനെ വന്ന് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ചേർന്ന് കണ്ടുകൊണ്ടാണ് തീരുമാനം അറിയിക്കുന്നത്. അന്ന് വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മൻമോഹൻ സിംഗ് അങ്ങനെ വളരെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്നില്ല. എന്നാൽ സോണിയാഗാന്ധിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന നേതാവായിരുന്നു. എന്ന് മാത്രവുമല്ല 1998 മുതൽ 2004 വരെ വാജ്പേയി സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പോൾ അന്ന് കോൺഗ്രസിന്റെ എക്കണോമിക് സെല്ലിന്റെ ചുമതല വഹിക്കുന്ന ഒരു നേതാവ് മാത്രമായിരുന്നു മൻമോഹൻ സിംഗ്. ആ അർത്ഥത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ എല്ലാ ദിവസവും രാവിലെ വന്ന് വൈകുന്നേരം മടങ്ങി പോകുന്ന ഒരു സാധാരണ കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്നു. അത്ഭുതകരമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ ആയിട്ട് തീരുമാനിക്കപ്പെടുന്നത്. അന്ന് പ്രണബ് മുഖർജി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ ഉള്ളപ്പോഴാണ് സോണിയാഗാന്ധി അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെയാണ് 2004 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മൻമോഹൻ സിംഗ് വരുന്നത്. 2005 ഞാൻ അദ്ദേഹത്തോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്.